ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം 25. ഗായകഗണങ്ങൾ. ദാവീദും ദേവാലയ ശുശ്രൂഷകരിൽ പ്രമുഖരും കൂടെ ആസാഫ്, ഹേമാൻ, യെദൂഥൂൻ എന്നിവരുടെ പുത്രന്മാരിൽ ചിലരെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചു. ഇവർ കിന്നരം, വീണ, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ പ്രവചനം നടത്തേണ്ടിയിരുന്നു. ഇങ്ങനെ നിയുക്തരായവരും അവരുടെ കർത്തവ്യങ്ങളും ആസാഫിൻ്റെ പുത്രന്മാരിൽ സക്കൂർ, ജോസഫ്, നെഥാനിയാം, അഷാറെലാം. പിതാവായ ആസാഫിൻ്റെ കീഴിൽ രാജ്യനിർദ്ദേശമനുസരിച്ച് ഇവർ പ്രവചനം നടത്തി. ഗദാലിയാം, സേരീം, യഷായാം, ഷിമേയീം, ഹഷാബിയാം, മത്തീഥ്യാം എന്നീ 6 പേർ തങ്ങളുടെ പിതാവായ യെദൂഥൂനിൻ്റെ കീഴിൽ കിന്നരം വായിച്ച് കർത്താവിന് കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ച് പ്രവചിച്ചു. ഹേമാൻ്റെ പുത്രന്മാർ ബുക്കിയാം, മഥാനിയാം, ഉസിയേൽ, ഷെബുവേൽ, യറീമോത്ത്, ഹനാനിയാം, ഹാനാനീം, എലിയാഥാം, ഗിദാൽതീം, റൊമാന്തിയസർ, യോഷ്ബാഖാഷാം, മല്ലോത്തീം, ഹോത്തേർ, മഹസിയോത്ത്. ഇവരെല്ലാം രാജാവിൻ്റെ ദീർഘദർശിയായ ഹേമാൻ്റെ പുത്രന്മാരാണ്. ഹേമാനെ ഉന്നതനാക്കുന്നതിന് തൻ്റെ വാഗ്ദാനമനുസരിച്ച് ദൈവം 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും അവന് നൽകി. ഇവർ കർത്താവിൻ്റെ ആലയത്തിൽ തങ്ങളുടെ പിതാവിൻ്റെ കീഴിൽ വീണയും കിന്നരവും കൈത്താളവും ഉപയോഗിച്ചു ശുശ്രൂഷ നടത്തി. ആസാഫ്, യെദൂഥൂൻ, ഹേമാൻ എന്നിവർ രാജാവിൽ നിന്ന് നേരിട്ട് കൽപ്പന സ്വീകരിച്ചു. ഇവരും ചാർച്ചക്കാരും വിദഗ്ധ ഗായകന്മാരാണ്. കർത്താവിന് ഗാനമാലപിക്കാൻ പരിശീലനം നേടിയ ഇവരുടെ എണ്ണം 288. വലിപ്പചെറുപ്പമോ ഗുരുശിഷ്യ വ്യത്യാസമോ പരിഗണിക്കാതെ അവർ നറുക്കിട്ടു. തങ്ങളുടെ തവണ നിശ്ചയിച്ചു. ആദ്യത്തെ നറുക്ക് ആസാഫ് കുടുംബത്തിൽപ്പെട്ടവനായ ജോസഫിന് വീണു. രണ്ടാമത്തേത് ഗദാലിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. മൂന്നാമത്തേത് സക്കൂറിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. നാലാമത്തേത് ഇസ്രിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. അഞ്ചാമത്തേത് നെഥാനിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ആറാമത്തേത് ബുക്കിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഏഴാമത്തേത് യഷാറെലായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. എട്ടാമത്തേത് യാഷയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഒൻപതാമത്തേത് മത്താനിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പത്താമത്തേത് ഷിമേയിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 11ാമത് അസറേലിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 12ാമത് ഹഷാബിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 13ാമത് ഷബയേലിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 14ാമത്തേത് മത്തീഥ്യായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 15ാമത്
യെറേമോത്തിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 16-ാമത്തേത് ഹനാനിയായ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 17-ാമത് യോഷ്ബക്കാഷായിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 18-ാമത് ഹനാനിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 19-ാമത്തേത് മല്ലോത്തിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 20-ാമത്തേത് എലിയാദായിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 21-ാമത്തേത് ഹോത്തീറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 22-ാമത്തേത് ഗിദാൽത്തിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 23-ാമത്തേത് മഹസിയോത്തിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 24-ാമത്തേത് റൊമാന്തിയാസറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. കർത്താവിൻ്റെ വചനം.